പ്രിയ ശ്രോതാക്കളെ, ദ സ്റ്റോറി ഓഫ് ദി സെയിൻസിൻ്റെ 226 അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ വിറ്റ്ബർഗിന് ശേഷം ഈ ആഴ്ച വിശുദ്ധ ബെനഡിക്റ്റിനെ കുറിച്ചാണ്. 480 ഉംബ്രിയയിലെ നർസിയയിലാണ് വിശുദ്ധ ബെനഡിക്റ്റ് ജനിച്ചത്. വിദ്യാഭ്യാസത്തിനായി റോമിലേക്ക് അയക്കപ്പെട്ട വിശുദ്ധൻ അധികം താമസിയാതെ നഗരത്തിലെ തിന്മകൾ നിമിത്തം 500-ൽ അവിടം വിട്ട് 30 മൈലുകളോളം ദൂരെയുള്ള എൽഫിഡയിലേക്ക് പോയി. ഒരു സന്യാസിയായി ജീവിക്കുവാനായിരുന്നു വിശുദ്ധൻ ആഗ്രഹിച്ചിരുന്നത്. അതിനാൽ സുബിയാക്കോ മലനിരയിലെ ഒരു ഗുഹയിൽ 3 വർഷത്തോളം റോമാനൂസ് എന്ന സന്യാസിയുടെ സഹായങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഏകാന്ത ജീവിതം നയിച്ച് വിശുദ്ധൻ ജീവിച്ചു. ഏകാന്ത ജീവിതമായിരുന്നു വിശുദ്ധൻ ആഗ്രഹിച്ചിരുന്നെങ്കിലും അദ്ദേഹത്തിന്റെ വിശുദ്ധിയും സന്യാസപരമായ കാഠിന്യങ്ങളും നിമിത്തം അദ്ദേഹം പരക്കെ അറിയപ്പെടുകയും വിക്കോവാരോയിലെ ഒരു കൂട്ടം സന്യാസികൾ തങ്ങളുടെ ആശ്രമാധിപനാകുവാൻ വിശുദ്ധനെ ക്ഷണിക്കുകയും ചെയ്തു. അവരുടെ ക്ഷണം അദ്ദേഹം സ്വീകരിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ കാർക്കശ്യമേറിയ ആശ്രമ നിയമങ്ങളെ അവർ എതിർക്കുകയും അതേ തുടർന്ന് അദ്ദേഹത്തിന് വിഷം കൊടുത്തു കൊല്ലുവാൻ ശ്രമിക്കുകയും ചെയ്തു. അതിനാൽ വിശുദ്ധൻ അവിടം വിട്ട് സുബിയാക്കോവിൽ തിരിച്ചെത്തി. അധികം താമസിയാതെ നിരവധി ആളുകൾ വിശുദ്ധനിൽ ആകർഷിക്കപ്പെട്ട് അദ്ദേഹത്തിന്റെ ശിഷ്യത്വം സ്വീകരിച്ചു. വിശുദ്ധൻ അവരെ താൻ നിയോഗിച്ച ഓരോ പ്രിയോർമാരുടെ കീഴിൽ 12 ആശ്രമങ്ങളിലായി സംഘടിപ്പിച്ചു. കായികമായ ജോലികളും അവരുടെ സന്യാസ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. അധികം താമസിയാതെ സുബിയാക്കോ ആത്മീയതയുടെയും അറിവിന്റെയും കേന്ദ്രമായി മാറി. പക്ഷേ അവിടെ അടുത്തുള്ള ഒരു പുരോഹിതനായിരുന്ന ഫ്ലോറന്റിയൂസ് വിശുദ്ധന്റെ പ്രവർത്തനങ്ങൾക്ക് തടസ്സം നിന്നതിനാൽ ഏതാണ്ട് 525-ൽ വിശുദ്ധൻ അവിടം വിട്ട് മോണ്ടെ കാസ്നോവിൽ വാസമുറപ്പിച്ചു. അവിടെ വെച്ച് അദ്ദേഹം വിജാതീയരുടെ ദേവനായ അപ്പോളോയുടെ ഒരു ക്ഷേത്രം നശിപ്പിക്കുകയും സമീപ പ്രദേശങ്ങളുള്ള നിരവധി പേരെ ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് തിരികെ കൊണ്ടുവരികയും ചെയ്തു. 530-ൽ വിശുദ്ധൻ പിൽക്കാലത്ത് പാശ്ചാത്യ ആശ്രമ സമ്പ്രദായത്തിന്റെ ജന്മസ്ഥലമായി തീർന്ന പ്രസിദ്ധമായ മോണ്ടെ കാസ്നോ ആശ്രമത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു. വിശുദ്ധ ബെനഡിക്റ്റിന്റെ വിശുദ്ധിയെയും ജ്ഞാനത്തെയും അത്ഭുത പ്രവൃത്തികളെയും കുറിച്ച് പരക്കെ പ്രചരിച്ചതിനാൽ ധാരാളം പേർ അദ്ദേഹത്തിന്റെ ശിഷ്യത്വത്തിനായി തടിച്ചുകൂടി. അവരെ വിശുദ്ധൻ ഒരു സന്യാസ സമൂഹമായി സംഘടിപ്പിക്കുകയും പ്രാർത്ഥനയുടെയും പഠനത്തിന്റെയും ജോലിയുടെയും സാമൂഹ്യ ജീവിതത്തിന്റേതുമായ നിർദ്ദേശങ്ങൾ അടങ്ങിയ പ്രസിദ്ധമായ തന്റെ നിയമസംഹിത എഴുതിയുണ്ടാക്കുകയും ചെയ്തു. അനുസരണം, സ്ഥിരത, ഉത്സാഹം എന്നിവയ്ക്കായിരുന്നു ഈ നിയമങ്ങളിൽ പ്രാധാന്യം. വിശുദ്ധ കർമ്മങ്ങളും ഭക്തിയും അതിന്റെ കേന്ദ്രബിന്ദുവായിരുന്നു. വരുവാനിരിക്കുന്ന നൂറ്റാണ്ടുകളിൽ പാശ്ചാത്യ ആശ്രമ ജീവിതത്തെ സാരമായി സ്വാധീനിക്കുവാൻ പര്യാപ്തമായിരുന്നു അവ. തന്റെ സന്യാസിമാരെ നയിക്കുന്നതിനിടയിലും വിശുദ്ധൻ ഭരണാധികാരികളുടെയും പാപ്പാമാരുടെയും ഉപദേശങ്ങൾ ആരായുകയും പാവങ്ങളെയും അഗതികളെയും സഹായിക്കുകയും ലോംബാർഗിൽ ടോറ്റിലസിന്റെ ആക്രമണം മൂലമുണ്ടായ കഷ്ടതകൾ നികത്തുവാൻ ശ്രമിക്കുകയും ചെയ്തു. മാർച്ച് 21-ന് മോണ്ടെ കാസ്നോയിലെ ആശ്രമത്തിൽ വെച്ചാണ് വിശുദ്ധൻ മരണമടയുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ ചിന്താവിഷയം എന്താണെന്ന് ശ്രദ്ധിക്കാം. ജീവിതത്തിന് കനവും കസവും നൽകുന്ന കരുതലാണ് കരുണ. ഒരുമിച്ചുള്ള ജീവിതത്തിൽ ഓരോ മനുഷ്യനും കൂടെ കരുതേണ്ട ചോറ്റുപൊതിയാണത്. ഏവർക്കും നന്ദി.